ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് ഈസി ആയിട്ട് മട്ടൻ ബോട്ടി ഫ്രൈ എങ്ങനെ തയ്യാറാക്കി എടുക്കാം നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ 1.5 കിലോ മട്ടൺ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് തന്നെയാണ് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത്. ഇനി നമുക്കിതൊന്ന് 2-3 തവണ ഒന്ന് വാഷ് ചെയ്തെടുക്കണം, എന്നാലും ഇതിനൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ നമുക്കതെന്ത് ചെയ്യാം, ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ക്ലീൻ ചെയ്തെടുത്ത ബോട്ടി ഞാൻ എന്താ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഒരു 2-3 തിള വന്നാൽ മതിയാവും. അപ്പോൾ ഇനി അത് മുങ്ങി കിടക്കുന്നത് വരെ നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് വേണം അതൊന്ന് തിളപ്പിച്ചെടുക്കാൻ. അപ്പോൾ അതാ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 2 തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുക്കായി കിട്ടില്ല, പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റും പിന്നെ നെയ്യും പിന്നെ അതിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ ഒന്ന് ഒരുവിധം ഒഴിവായി കിട്ടും കേട്ടോ. അതിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ 2 തിള വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ കണ്ടോ നെയ്യൊക്കെ പൊന്തി കിടക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അത് ഫുള്ളായിട്ട് 2-3 തവണ ഒന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ക്ലീനാക്കി വെച്ചു. ഇനി അതൊന്ന് വെള്ളം വാരാനും വേണ്ടിയിട്ട് ഞാൻ അരിപ്പ് തട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയുടെ പകുതി വെളുത്തുള്ളി നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പകുതി ഇഞ്ചി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പെരുംജീരകം ചതച്ചതാണ് കേട്ടോ, അതും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. അപ്പോൾ 2 മീഡിയം സൈസ് സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അതും ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മുളക് പൊടി അധികം എരിവുമില്ല, കളറും ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ കാശ്മീരി ചില്ലി യൂസ് ആക്കിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ യൂസ് ആക്കാം. എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ച് കൊടുത്ത് അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ കുഴച്ച് കൊടുത്ത് ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. നമ്മുടെ കുക്കറിൻ്റെ മൂടിയിട്ടിട്ട് നന്നായിട്ട് ഒരു 8-9 വിസിൽ വരണേ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇനി ഈ ടൈം കൊണ്ട് നമുക്കിതിൽ ഉള്ള കുറച്ച് സാധനങ്ങളൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഒരു ഉരുളി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് ഒരു പിടി ചെറിയുള്ളി മുറിച്ചെടുത്തതാണ് കേട്ടോ. അത് ചതയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മുറിച്ചെടുത്താൽ മതി. അത് ഞാൻ ആ ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് പെരുംജീരകം ചതച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ ബാക്കി വന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേഗം ഇതൊന്ന് റെഡിയായി കിട്ടും കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കൈയെടുക്കാതെ ഇളക്കി കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് വഴഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് 2 സവാള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി കുറച്ചുകൂടെ എമൗണ്ട് എടുത്താൽ മതി. അപ്പോൾ ഞാൻ 2ഉം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് വഴഞ്ഞ് കിട്ടുന്ന വരെ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 8-9 വിസിൽ വന്നതിന് ശേഷം നമ്മുടെ ബോട്ടി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറൊക്കെ ഒന്ന് തുറന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലെങ്കിലും നമുക്ക് അടിയൊന്നും പിടിക്കില്ല, അതിൽ നിന്ന് വെള്ളം കുറേശ്ശെ വരും കേട്ടോ. അതാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാഞ്ഞത്. ഇനി നമുക്ക് നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള അതിലേക്ക് മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ.
ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യമായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി യൂസ് ആക്കണവർക്ക് കാശ്മീരി ചില്ലി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക നല്ലത്. അപ്പോൾ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരും ചെയ്യും, കരിഞ്ഞ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ വെന്തിട്ടുള്ള ബോട്ടി ഞാൻ ഇതിലേക്ക് എടുത്ത് കൊട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ആ മസാലകളൊക്കെ ഇതിലേക്ക് ഒന്നുകൂടെ ഒന്ന് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വഴച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ ഒരു പിടി കുരുമുളകും കൂടി ചതച്ചത് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആടിൻ്റെ ബോട്ടി ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബോട്ടി ഫ്രൈ ആണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ആടിൻ്റെ ബോട്ടിയൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലത്തുള്ള വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബായ്.